ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഇത് രണ്ടും വേറെ വേറെ കൺസെപ്റ്റാണ്. വാട്ട് ഈസ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി ഓർ വാട്ട് ഈസ് മീൻ ബൈ ഇൻ്റഗ്രേഷൻ? എന്താണ് ഇൻ്റഗ്രേഷൻ? ഒരു സിസ്റ്റം എന്നോ ഒരു കണക്ഷൻ എന്നോ ഒരു ചെയിൻ എന്നോ ഒരു ഹെയറാർക്കി എന്നോ പറയാൻ സാധിക്കും. എല്ലാം എന്താണ്? കണക്റ്റഡ് ആണ് അല്ലേ? നമ്മുടെ കോടതികളും ഇങ്ങനെ എന്ത് തന്നെയാണ്? കണക്റ്റഡ് ആണ്. ബിക്കോസ് നമ്മുടെ ഏറ്റവും വലിയ കോടതി ഏതാണ്? അവരുടെ താഴെ കീഴ്ക്കോടതികളുണ്ട്. വി ടോട്ടലി കോൾ ഇറ്റ് ആസ് സബോർഡിനേറ്റ് കോർട്സ്. ആ ജില്ലാ കോടതിയാകാം, മജിസ്ട്രേറ്റ് കോടതിയാകാം, മുനിസിഫ് കോടതിയാകാം, ഏത് കോടതികളുമാകാം. വി കളക്റ്റീവ്ലി കോൾ ഇറ്റ് ആസ് സബോർഡിനേറ്റ് കോർട്സ്. ഇതെല്ലാം ഒരു ചെയിൻ ഓഫ് കോടതി സിസ്റ്റമാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ ജൂനിയർ ആയിരിക്കും ആര്? ഹൈക്കോടതി. ഇവരുടെ സബോർഡിനേറ്റ് ആയിരിക്കും ആര്? ദിസ് സബോർഡിനേറ്റ് കോർട്സ്. ബട്ട് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ദിസ് സിംഗിൾ സിസ്റ്റം ഓഫ് കോടതി മെക്കാനിസം enforces both central laws as well as state laws. കേന്ദ്ര നിയമങ്ങളായിക്കോട്ടെ സംസ്ഥാന നിയമങ്ങളായിക്കോട്ടെ നടപ്പിലാക്കാൻ, എൻഫോഴ്സ് ചെയ്യാൻ സുപ്രീം കോടതിക്കും അധികാരമുണ്ട്, ഹൈക്കോടതിക്കും അധികാരമുണ്ട്, സബോർഡിനേറ്റ് കോർട്സിനും അധികാരമുണ്ട്. നടപ്പിലാക്കാൻ ആ ടേം പ്രത്യേകം ഉപയോഗിക്കുക. ടു എൻഫോഴ്സ് parliamentary laws as well as state laws, the entire system of court mechanism has the authority. Clear? I repeat once again. The single system of കോടതി mechanism enforces, നടപ്പിലാക്കുന്നു കേന്ദ്ര നിയമങ്ങളും സംസ്ഥാന നിയമങ്ങളും. But have you heard the term judicial review? എന്താണ് വാട്ട് ഈസ് റിവ്യൂ? റിവ്യൂ എന്താണ്? പുനഃപരിശോധിക്കുക. സോ ജുഡീഷ്യൽ റിവ്യൂ മീൻസ് നീതിന്യായ വ്യവസ്ഥപരമായി ജുഡീഷ്യൽ പരമായി എന്ത് ചെയ്യാണ്? അതിനെ പുനഃപരിശോധിക്കുന്ന. വി കോൾ ഇറ്റ് ആസ് ജുഡീഷ്യൽ റിവ്യൂ. സോ വാട്ട് ഈസ് ജുഡീഷ്യൽ റിവ്യൂ? പാർലമെൻറ്റോ സംസ്ഥാനങ്ങളോ ഒരു നിയമം സൃഷ്ടിക്കുകയാണെന്ന് വിചാരിക്കുക, ഓർ ചില നയങ്ങൾ നടപ്പിലാക്കുകയാണെന്ന് വിചാരിക്കുക. അത് കോടതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പരിശോധിക്കാൻ സാധിക്കും. എന്ത് പരിശോധിക്കാൻ? ഭരണഘടനാപരമാണോ ഭരണഘടന വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ കോടതിക്ക് പ്രൂവ് ചെയ്യപ്പെടുകയാണ് അത് ഭരണഘടന വിരുദ്ധമാണെന്ന് തോന്നുകയാണെങ്കിൽ കോടതി എന്ത് ചെയ്യും? ആ നിയമത്തിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യും, ഇൻവാലിഡ് ആയിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ക്ലിയർ? ദാറ്റ് ഈസ് വാട്ട് മീൻ ബൈ ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യറി പരമായിട്ട് അതിനെ പുനഃപരിശോധന ചെയ്യുന്ന മെക്കാനിസമാണെന്ത്? ജുഡീഷ്യൽ റിവ്യൂ. സോ തിങ് ഈസ് ദാറ്റ് ഇപ്പോൾ പാർലമെൻറ്റിന് കൊണ്ടുവരുന്ന നിയമമായിക്കോട്ടെ, സംസ്ഥാന അസംബ്ലി പാസ്സാക്കുന്ന നിയമമായിക്കോട്ടെ, റിവ്യൂ ചെയ്യാൻ സുപ്രീം കോടതിക്കും അധികാരമുണ്ട്, ഹൈക്കോടതിക്കും അധികാരമുണ്ട്. എന്നാൽ സബോർഡിനേറ്റ് കോർട്സിന് അധികാരം ഉണ്ടായിരിക്കുന്നതല്ല. സബോർഡിനേറ്റ് കോർട്സിന് നടപ്പിലാക്കാൻ അധികാരമുണ്ട്. ബട്ട് ആ നിയമം ശരിയോ തെറ്റോ എന്ന് റിവ്യൂ ചെയ്യാൻ അധികാരം നമ്മുടെ ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്നില്ല. ക്ലിയർ ആയോ? ഇപ്പോൾ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കി. ഇപ്പോൾ ജില്ലാ കോടതിക്ക് വേണമെങ്കിൽ ജില്ലാ കളക്ടറോട് അത് നടപ്പിലാക്കാൻ പറയാം. പക്ഷേ ആ നിയമം ഭരണഘടനാപരമാണോ വിരുദ്ധമാണോ എന്ന് ആർക്ക് നോക്കാൻ സാധ്യമല്ല? ജില്ലാ കോടതിക്ക് നോക്കാൻ സാധ്യമല്ല. അത് ഹൈക്കോടതിക്ക് സാധ്യമാണ്, പാർലമെൻറ്റിനും സാധ്യമാണ്, സുപ്രീം കോടതിനും സാധ്യമാണ്. Clear? Why? In the sense we call Supreme Court and High Court as constitutional courts. ആ രണ്ടിനെ നമ്മൾ എന്ത് പറയുന്നു? കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഭരണഘടനാപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള ഉറപ്പ് വരുത്തേണ്ട കോടതിയാണെന്നാണ് അതിൻ്റെ മീനിങ് വന്നിരിക്കുന്നത്. ക്ലിയർ? So this entire system of court mechanism can enforce both parliamentary and state laws. But subordinate courts cannot review a parliamentary law or a state law. Clear? ഇതാണ് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് കോടതി എന്ന് പറയുന്നത്. വൈ? ഇതൊരു ചെയിൻ ഓഫ് കോടതിയാണ്. ഇവരോട് എന്തായിരിക്കും? സുപ്പീരിയർ ആയിരിക്കും. ഇവരെ സുപ്പീരിയർ ആരായിരിക്കും?
സുപ്രീം കോടതി ആയിരിക്കും. ദാറ്റ്സ് വൈ വി കോൾ സുപ്രീം കോർട്ട് ആസ് ദി അപ്പെക്സ് കോർട്ട്. വാട്ട് ഈസ് മീൻ ബൈ അപ്പെക്സ്? ഒരു പിരമിഡിന്റെ ഏറ്റവും മുകളിൽ. അതാണ് സുപ്രീം കോർട്ടിനെ അപ്പെക്സ് കോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അമേരിക്കൻ മെക്കാനിസമായിട്ട് കമ്പയർ ചെയ്യാം. വൈ? നമ്മുടെ സിലബസിൽ വ്യക്തമായിട്ട് പറയുന്നു, കമ്പാരിസൺ ഓഫ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. ഇത് മായ്ച്ചു കളഞ്ഞോട്ടെ. അമേരിക്കയിൽ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് കോടതി മെക്കാനിസം അല്ല. ദേ ആർ ഹാവിങ് ഡബിൾ സിസ്റ്റം ഓഫ് ജുഡീഷ്യറി. ദേ ആർ ഹാവിങ് സിംഗിൾ ഓർ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ്, എല്ലാം വേറെ വേറെ പേരാണെങ്കിലും ആശയം സെയിം തന്നെയാണ് കേട്ടോ. ഇത് സിംഗിൾ സിസ്റ്റം എന്നോ ഇൻ്റഗ്രേറ്റഡ് എന്നൊക്കെ ഒരു ഹെയറാർക്കി എന്നൊക്കെ പറയാൻ സാധിക്കും. ഇവിടെ വി കോൾ ഇറ്റ് ആസ് ഡബിൾ സിസ്റ്റം ഓഫ് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ അവിടെയും സുപ്രീം കോടതി ഉണ്ട്, അവിടെയും ഹൈക്കോടതികളുണ്ട്. അവരുടെ പാർലമെന്ററി നിയമങ്ങൾ, അതായത് അമേരിക്കൻ പാർലമെന്റിന്റെ പേരെന്താണ്? കോൺഗ്രസ്. സോ അമേരിക്കൻ കോൺഗ്രസിന്റെ നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും അവരുടെ സുപ്രീം കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ, അമേരിക്കൻ കോൺഗ്രസ് ലോസ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഓർ റിവ്യൂഡ് ഓൺലി ബൈ ദെയർ സുപ്രീം കോർട്ട്. അതുപോലെ തന്നെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് ലോസ് റിവ്യൂ ചെയ്യാനും എൻഫോഴ്സ് ചെയ്യാനും ആ ഹൈക്കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ദാറ്റ് മീൻസ് അവരുടെ ജുഡീഷ്യറിയും എന്താണ്? ഡിവൈഡഡ് ആണ്. In USA, the judiciary is also divided. മനസ്സിലായോ? We call this mechanism as federal judiciary. മനസ്സിലാകാത്തവർ ചോദിക്കാൻ മടിക്കരുത്, കാരണം ഭാവിയിൽ ഞാൻ ചോദിച്ചോളൂ. ഷുവർ. ഇന്ത്യൻ സിസ്റ്റം പ്രകാരം ഓക്കെ, ഈ കണക്ഷൻ ഓഫ് കോടതി മെക്കാനിസത്തിന് പാർലമെന്ററി നിയമങ്ങളായിക്കോട്ടെ സംസ്ഥാന നിയമങ്ങളായിക്കോട്ടെ നടപ്പിലാക്കാൻ സാധ്യമാണ്. പാർലമെന്ററി നടപ്പിലാക്കാൻ സുപ്രീം കോടതിക്കും സാധിക്കും, ഹൈക്കോടതിക്കും സാധിക്കും, ജില്ലാ കോടതികൾക്കും സാധിക്കും. സ്റ്റേറ്റ് നിയമങ്ങൾ നടപ്പിലാക്കാനും സുപ്രീം കോടതിക്ക് സാധിക്കും, ഹൈക്കോടതിക്ക് സാധിക്കും, സബോർഡിനേറ്റ് കോടതി സാധിക്കും. എന്നാൽ നിയമങ്ങൾ റിവ്യൂ ചെയ്യാൻ സുപ്രീം കോടതിക്ക് സാധിക്കും, ഹൈക്കോടതിക്ക് സാധിക്കും, സബോർഡിനേറ്റ് കോടതിന് ഒരിക്കലും സാധ്യമല്ല. ഇവിടെ ജുഡീഷ്യറി എന്തല്ല? ഡിവൈഡഡ് അല്ല, വേറെ വേറെ അല്ല. പാർലമെന്റിന് വേറെ കോടതി, സ്റ്റേറ്റിന് വേറെ കോടതി എന്നല്ല ഇന്ത്യയിലെ മെക്കാനിസം. അമേരിക്കയിൽ അങ്ങനെയല്ല. അവരുടെ പാർലമെന്ററി നിയമങ്ങൾ നടപ്പിലാക്കാനും റിവ്യൂ ചെയ്യാനും അവരുടെ സുപ്രീം കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ, ഹൈക്കോടതിക്ക് സാധ്യമല്ല. അമേരിക്കൻ കോൺഗ്രസ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഒരു വാഷിങ്ടൺ ഹൈക്കോടതിക്ക് ഇൻവാലിഡേറ്റ് ആക്കാൻ സാധ്യമല്ല. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ കേരള ഹൈക്കോടതിക്ക് ഇൻവാലിഡേറ്റ് ആക്കാൻ അധികാരമുണ്ട്. സോ they are having a double system of കോടതി മെക്കാനിസം. We call it as divided judiciary or federal judiciary. What is federal? രണ്ട് ടയർ ഓഫ് ഗവൺമെന്റ്. സോ ഒരു ടയർ ഗവൺമെന്റിന് വേറെ ജുഡീഷ്യറി, മറ്റേ ഗവൺമെന്റിന് വേറെ ജുഡീഷ്യറി. ഇതാണ് അമേരിക്കൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ when we analyze, ഡൗട്ട് ഉണ്ടോ? അത് തന്നെ അമേരിക്കയിൽ പാർലമെന്റിന് എന്താണ്? സെപ്പറേറ്റ് കോടതിയാണ്. ഇത് പാർലമെന്ററി നിയമങ്ങൾ നടപ്പിലാക്കാനും പുനഃപരിശോധന ചെയ്യാനും അമേരിക്കൻ സുപ്രീം കോടതിക്ക് മാത്രമേ എന്തുള്ളൂ? അധികാരമുള്ളൂ. അത് പാർലമെന്റിന് സുപ്രീം കോടതി മാത്രം, സ്റ്റേറ്റിന് ഹൈക്കോടതി മാത്രം. ഇന്ത്യയിൽ എങ്ങനെയാണോ? പാർലമെന്റിനും സുപ്രീം കോടതി ഹൈക്കോടതി ഉണ്ട്, സ്റ്റേറ്റിനും എന്തുണ്ട്? സുപ്രീം കോടതി ഹൈക്കോടതി ഉണ്ട്. That means in USA, yeah, nice question. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു സിവിൽ കേസോ ക്രിമിനൽ കേസോ വന്നു എന്ന് വിചാരിക്കുക. നമ്മൾ എവിടെ പോകുന്നു? ജില്ലാ കോടതിയിൽ പോകുന്നു. വിധി തൃപ്തികരമല്ല, നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഹൈക്കോടതിയിൽ പോകുന്നു. അതും നമുക്ക് തൃപ്തികരമല്ല, നമ്മൾ എങ്ങോട്ട് പോകുന്നു? സുപ്രീം കോർട്ടിലേക്ക് പോകുന്നു. അമേരിക്കയിൽ അത് സാധ്യമല്ല. അമേരിക്കയിൽ ഹൈക്കോടതിയാണ് ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ. ഇന്ത്യയിലോ സുപ്രീം കോടതിയാണ് ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ.
ക്ലിയർ? സുപ്രീം കോടതി ഇപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, പാർലമെന്റ് നിയമങ്ങൾ ഡയറക്റ്റ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതും നൈസ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇന്ത്യയിൽ പാർലമെന്റ് പാസ്സാക്കി അസ്യൂം പൗരത്വ ഭേദഗതി നിയമം എല്ലാവരും കേട്ടായിരുന്നോ? അത് നമുക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ ഹൈക്കോടതിയിലും പോകാം, സുപ്രീം കോടതിയിലും പോകാം. അമേരിക്കയിലാണെങ്കിലോ സുപ്രീം കോടതിയിൽ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. കാരണം എന്താണ്? അത് പാർലമെന്റിന്റെ നിയമമായതുകൊണ്ട്. അവിടെ ഡബിൾ ജുഡീഷ്യറി ആയതുകൊണ്ട്, ജുഡീഷ്യറി ഡിവൈഡഡ് ആയതുകൊണ്ട്, ഓർ അവിടെ ഫെഡറൽ ജുഡീഷ്യറി ആയതുകൊണ്ട്. മനസ്സിലായോ? ഇന്ത്യയിൽ എന്തല്ല, ഫെഡറൽ ജുഡീഷ്യറി അല്ല, ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറിയാണ്. നമുക്ക് ഹൈക്കോടതിയിലേക്ക് ഓടിപ്പോവാം, സുപ്രീം കോടതിയിലേക്കും ഓടിപ്പോകാവുന്നതാണ്. ക്ലിയർ? സോ നമ്മൾ പൊതുവെ മനസ്സിലാക്കുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യയിൽ ഫെഡറൽ ലെജിസ്ലേച്ചർ ഉണ്ടോ? ഇന്ത്യയിൽ ഫെഡറൽ ലെജിസ്ലേച്ചർ ഉണ്ടോ? ഉണ്ട് അല്ലേ? കേന്ദ്രത്തിന് പാർലമെൻറ്റും ഉണ്ട്, സ്റ്റേറ്റിന് എന്തുണ്ട്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഫെഡറൽ ലെജിസ്ലേച്ചർ ഉണ്ട്, യു എസ് എയിലും എന്തുണ്ട്? ഫെഡറൽ ലെജിസ്ലേച്ചർ ഉണ്ട്. ക്ലിയർ? ഇന്ത്യയിൽ ഫെഡറൽ എക്സിക്യൂട്ടീവ് ഉണ്ടോ? ഉണ്ട്. കേന്ദ്ര സർക്കാരും ഉണ്ട്, സംസ്ഥാന സർക്കാരും ഉണ്ട്. അമേരിക്കയിൽ എന്തുണ്ട്? ആസ്ഥാനമുണ്ട്. ഇന്ത്യയിൽ ഫെഡറൽ ജുഡീഷ്യറി ഉണ്ടോ? ഒരിക്കലുമില്ല. സംസ്ഥാനങ്ങൾക്ക് എന്തില്ല? വേറെ ജുഡീഷ്യറി ഇല്ല. സോ ഈ സാധനം ഇന്ത്യയിലില്ല. അതും എവിടെയുണ്ട്? യു എസ് എയിൽ ഉണ്ട്. സോ ഇൻ ഇന്ത്യ we are having federal legislature, federal executive, but we do not have a federal judiciary. Federal means division between center and state. അല്ലേ? ഇതൊക്കെ ആശയങ്ങളാണ്. ഫെഡറൽ മീൻസ് ഡിവിഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സോ ജുഡീഷ്യറി എന്തില്ല? ഇന്ത്യയിൽ എന്തല്ല? ഡിവൈഡഡ് അല്ല. കേന്ദ്രത്തിന് വേറെ, സംസ്ഥാനങ്ങൾക്ക് വേറെ. സോ ഇൻ ഇന്ത്യ വി ഡു നോട്ട് ഹാവ് എ ഫെഡറൽ ജുഡീഷ്യറി. ആ ഡിവിഷനെയാണ് നമ്മൾ ഫെഡറൽ എന്ന് പറയുക. സെപ്പറേഷൻ, ഡിവിഷൻ ഓഫ് പവേഴ്സ്, രണ്ട് ടയർ തമ്മിലുള്ള. അതെവിടെയുണ്ട്? യു എസ് എയിലുണ്ട്. ബിക്കോസ് ഇൻ യു എസ് എ ദി പാർലമെൻ്ററി ലോസ് ക്യാൻ ഓൺലി ബി എൻഫോഴ്സ് ഓർ റിവ്യൂഡ് ബൈ ദി സുപ്രീം കോർട്ട് ഓഫ് യു എസ് എ. അതിൻ്റെ പേര് സുപ്രീം കോർട്ട് എന്നല്ല, അമേരിക്കനെ പറയുന്നത് ഫെഡറൽ കോർട്ട് ഓഫ് യു എസ് എ എന്നാണ്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും നേരം സുപ്രീം കോടതി എന്ന് പറഞ്ഞു എന്നുള്ളൂ. ദെയർ നെയിം ഈസ് ഫെഡറൽ കോർട്ട് ഓഫ് യു എസ് എ. നമ്മുടെ സുപ്രീം കോടതിക്ക് തുല്യമായ അവരുടെ കോടതിയാണ് ഫെഡറൽ കോർട്ട്. ഓക്കെ? അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം, ഒരു കേസും സ്റ്റേറ്റിന് സുപ്രീം കോടതിക്ക് എടുത്തുകൊണ്ട് പോകാൻ സാധ്യമല്ലെന്ന് ചോദ്യം വന്നേക്കാം. വൺ കേസ് ഈസ് പോസിബിൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ കേസസ്. അവരുടെ ഭരണഘടനാപരമായ കേസുകൾ മാത്രമേ ഫെഡറൽ കോർട്ടിലേക്ക് അപ്പീൽ വഴി എടുത്തുകൊണ്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. സിവിൽ കേസ് പറ്റില്ല, ക്രിമിനൽ കേസും പറ്റില്ല. സോ ഇഫ് ദർ ഇസ് എനി ഇഷ്യൂ ഇൻ ദെയർ കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ക്യാൻ ബി ടേക്കൺ ടു ദി ഫെഡറൽ കോർട്ട് ഓഫ് യു എസ് എ. അല്ല, അത് ഹൈക്കോടതിയിലും പോവാം, അപ്പീൽ വഴി ഫെഡറൽ കോർട്ടിലേക്കും പോവാം. ക്ലിയർ? ഇന്ത്യയിലാണെങ്കിൽ സിവിൽ കേസും എടുത്തുകൊണ്ട് പോവാം, ക്രിമിനൽ കേസും എടുത്തുകൊണ്ട് പോവാം, കോൺസ്റ്റിറ്റ്യൂഷണൽ കേസും എടുത്തുകൊണ്ട് പോവാം. യു എസ് എയിലാണെങ്കിലോ സിവിൽ പറ്റില്ല, ക്രിമിനൽ പറ്റില്ല, ഓൺലി കോൺസ്റ്റിറ്റ്യൂഷണൽ കേസ് ക്യാൻ ബി ടേക്കൺ ടു ദി Supreme Court of USA. We call it as Federal Court of USA. ഓക്കെ? ഇതാണ് രണ്ടിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ? ഫൈൻ. ഓക്കെ, നമ്മൾ ഇത്ര നേരം പഠിച്ചത് എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി ആണ്. Now let's learn what is independent judiciary. Independent means സ്വതന്ത്രമായ കോടതി. എന്താണ് സ്വതന്ത്രമായ കോടതി? Yes? ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഒന്നുമില്ല. കോടതിക്ക് ആരെയും പേടിക്കണ്ട. അതാണെന്ത്? ഇൻഡിപെൻഡൻറ്റ് കോടതി. കോടതി എന്തിനാണ് ആരെയും പേടിക്കേണ്ടാത്ത അവസ്ഥ നമ്മുടെ ഭരണഘടന കൊണ്ടുവന്നത്? എക്സാക്ട്ലി, നീതിന്യായ വ്യവസ്ഥ എന്തായിരിക്കണം? ഫെയർ ആയിരിക്കണം, ആർക്കും ഫേവർ ചെയ്യാൻ പാടില്ല. അതിലൊരു എക്സാമ്പിൾ, ഇപ്പോൾ പ്രധാനമന്ത്രിയും ഞാനും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കുക.
എനിക്ക് എങ്ങോട്ടേ പോകാൻ പറ്റുള്ളൂ? കോടതിയിലേക്കേ പോകാൻ പറ്റുള്ളൂ. അസ്യൂം ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ പ്രധാനമന്ത്രിക്ക് തോന്നിയ പോലെ പുറത്താക്കാൻ സാധിക്കുമെങ്കിൽ, ഡിസ്മിസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റ് ആർക്ക് ഫേവർ ആയിരിക്കും? ഡെഫിനറ്റ്ലി പ്രധാനമന്ത്രിക്ക് ഫേവർ ആയിരിക്കും. അപ്പം ഞാൻ എന്താണ്? ബാധിക്കപ്പെട്ട വ്യക്തിയാണ്. ന്യായം എൻ്റെ പക്കലാണ് എങ്കിൽ പോലും ജഡ്ജ്മെൻറ്റ് എന്തായി മാറി? ബയസ്ഡായി മാറി, ഫേവറായി മാറി. ഇത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. സോ ഇങ്ങനത്തെ ഈ പേടി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വി ആർ ഹാവിങ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ മെക്കാനിസം. അതിൻ്റെ അർത്ഥം നമ്മുടെ സർക്കാരിന് തോന്നിയ പോലെ ജഡ്ജിമാരുടെ മണ്ടയ്ക്ക് കയറി കളിക്കാൻ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നതല്ല. ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ദാറ്റ് റിമൂവൽ ഓഫ് ജഡ്ജസ്. ഒരു ജഡ്ജിനെ പുറത്താക്കണമെങ്കിൽ വ്യക്തമായ പ്രൊസീജിയർ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ഒരു ജഡ്ജിനെ പുറത്താക്കണമെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മാത്രമേ പുറത്താക്കാൻ പാടുകയുള്ളൂ എന്നും ഭരണഘടന വ്യക്തമായി പറയുന്നു. വി കോൾ ഇറ്റ് ആസ് ഗ്രൗണ്ട്സ് ഫോർ റിമൂവൽ. ജഡ്ജിനെ പുറത്താക്കേണ്ടുന്ന കാരണങ്ങൾ 2 കാരണങ്ങൾ മാത്രമേ ഭരണഘടന പറയുന്നുള്ളൂ. പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ഈ 2 കാരണങ്ങളുടെ പുറത്ത് മാത്രമേ നമുക്കൊരു ജഡ്ജിനെ പുറത്താക്കാൻ സാധിക്കുള്ളൂ. അതും ഈ കാരണം പ്രൂവ്ഡ് ആണെങ്കിൽ രാഷ്ട്രപതിക്ക് സ്വമേധയാ പുറത്താക്കാനൊന്നും എന്തല്ല, സാധ്യമല്ല. ഒരു വ്യക്തമായ പ്രൊസീജിയർ നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്നുണ്ട്. എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുതൽ 21 പഠിക്കുന്നതായിരിക്കും. ഞാൻ തൽക്കാലം ഷോർട്ടായിട്ട് പറയാം. ലോക്സഭയും രാജ്യസഭയും ആ പുറത്താക്കൽ പ്രമേയത്തിനെ സ്പെഷ്യൽ മെജോറിറ്റിയിൽ അംഗീകരിക്കണം. ഒരു സഭ മാത്രമല്ല, 2 സഭകളും ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ അയാൾ കുറ്റവാളിയാണ്, പുറത്താക്കണമെന്ന് പാസ്സാക്കിയാൽ മാത്രമേ ദെൻ രാഷ്ട്രപതി ക്യാൻ ഡിസ്മിസ് ഹിം ഫ്രം ഓഫീസ്. അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് സ്വമേധയാ ചെയ്യാനോ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് സ്വമേധയാ ചെയ്യാനോ സാധ്യമല്ല. വ്യക്തമായ സിമ്പിൾ ഭൂരിപക്ഷമല്ല, സ്പെഷ്യൽ ഭൂരിപക്ഷമാണ് വേണ്ടത്. ദാറ്റ് മീൻസ് സപ്പോർട്ട് ഓഫ് മോർ നമ്പർ ഓഫ് MPs ഇൻ ബോത്ത് ദി ഹൗസസ് ഓഫ് ദി പാർലമെന്റ് ഈസ് റിക്വയർഡ്. സോ 2 സഭകളും വ്യക്തമായിട്ട് സ്പെഷ്യൽ മെജോറിറ്റി പാസ്സാക്കിയാൽ മാത്രമേ ദെൻ രാഷ്ട്രപതി ക്യാൻ ഡിസ്മിസ് ഹിം ഓർ ഹർ ഫ്രം ഓഫീസ്. ദ ബെസ്റ്റ് തിങ് ഈസ് ദാറ്റ് നമുക്ക് ഇതുവരെ ഒരു സുപ്രീം കോടതി ജഡ്ജിനെയും പുറത്താക്കാൻ സാധിച്ചിട്ടില്ല. യെസ്, 4 പേർക്കെതിരെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സഭ പാസ്സാക്കി, മറ്റേ സഭ പാസ്സാക്കത്തില്ല. ഒരു കുറച്ച് പാർട്ടിക്കാർ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നമുക്ക് ആരെയും ഇതുവരെ പുറത്താക്കാൻ സാധിച്ചിട്ടില്ല. ദിസ് ഷോസ് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. ഇപ്പം നോക്ക്, ഇപ്പോൾ അതേ ഞാനും പ്രധാനമന്ത്രിയും തമ്മിലാണ് കേസിലെ പാർട്ടീസ് എന്ന് വിചാരിക്കുക. ന്യായം എൻ്റെ ഭാഗത്താണെങ്കിൽ കോടതി ആരുടെ ഭാഗത്ത് നിൽക്കും? എനിക്ക് ഫേവറായിട്ട് ബി തരും. കാരണം എന്താണ്? കോടതിക്ക് സർക്കാരിനെ പേടിക്കേണ്ട കാര്യമില്ല. സെയിം റിമൂവൽ മെക്കാനിസമാണ് ഒരു ഹൈക്കോടതി ജഡ്ജിനെ പുറത്താക്കണമെങ്കിലും. ഇപ്പോൾ നമ്മുടെ 25 ഹൈക്കോടതികളുണ്ട് ഇന്ത്യയിൽ. ഓക്കെ, അതിലെ ജഡ്ജിമാരെ പുറത്താക്കണമെങ്കിലും പാർലമെൻറ്റ് തന്നെ 2 സഭകളും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മാത്രമേ അവരെ പുറത്താക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഹൈക്കോടതിക്ക് ആരെയും പേടിക്കേണ്ട, കേന്ദ്രത്തിനെ പോലും പേടിക്കേണ്ട കാര്യമില്ല. വൈ? ബിക്കോസ് ജുഡീഷ്യറി ഈസ് ദി പ്രൊട്ടക്ടർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ജുഡീഷ്യറി ഈസ് ദി ഗ്യാരണ്ടിയർ ഓഫ് അവർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമ്മുടെ ഭരണഘടന സംരക്ഷിക്കേണ്ടത് നമ്മുടെ മൗലികാവകാശങ്ങളായിക്കോട്ടെ ഭരണഘടനയായിക്കോട്ടെ സംരക്ഷിക്കേണ്ട ആര് ഉത്തരവാദിത്തമാണ്? ജുഡീഷ്യൽ ഉത്തരവാദിത്തമാണ്. അവർക്ക് പ്രോപ്പർലി ഫെയർ ആയിട്ട് ജസ്റ്റിഷ്യലായിട്ട് ചെയ്യണമെങ്കിൽ അവരാരെയും പേടിക്കാൻ പാടില്ല. സോ ആ പേടി കൂടാത്ത അവസ്ഥ ആര് പ്രൊവൈഡ് ചെയ്യുന്നു? നമ്മുടെ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് മീൻ ബൈ ദി കൺസെപ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. അപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, പല പല കേസുകളും സുപ്രീം കോടതി കേന്ദ്രത്തിന് വിമർശിക്കാറുണ്ട്. കാരണം എന്താ? അവർക്ക് കേന്ദ്രത്തിന് പേടിക്കേണ്ട കാര്യമില്ല, എന്ത് വിധിയും കൊണ്ടുവരാം. ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയ പല ഭരണഘടനാ ഭേദഗതികൾ പോലും സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവാലിഡേറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം എന്താണ്? സർക്കാരിനെ കോടതികൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഗവർണർക്ക് ആരെ പേടിക്കണം? രാഷ്ട്രപതിയെ പേടിക്കണം. വൈ?
ഗവർണറിനെ തോന്നിയ പോലെ രാഷ്ട്രപതിക്ക് പുറത്താക്കാൻ സാധ്യമാണ്. ഭാവിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഏതോ സബ് കോർട്ട് ജഡ്ജിമാരെ പുറത്താക്കുന്നത് ഗവർണറാണ്, ബേസ്ഡ് ഓൺ ഹൈക്കോർട്ട്സ് റെക്കമെൻഡേഷൻ. പ്രമേയമൊന്നും പാസ്സാക്കണ്ട, ഗവർണർക്ക് പുറത്താക്കാവുന്നതാണ്. ഓക്കെ.